ഗസയിലും അഗ്നിവിഷ്ണ വെസ്റ്റ് ബാങ്കിലും ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. സൈന്യത്തിന് നേരെ ശക്തി സംഭരിക്കുന്ന ഫലസ്തീൻ പോരാളികളെ അമർച്ച ചെയ്യാനാണ് സൈനിക നടപടിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസ്റ്റ് പറഞ്ഞു. ഗസയിൽ ഇപ്പോഴും വംശഹത്യ അവസാനിച്ചിട്ടില്ലെന്ന് ആംനസ്റ്റി മേധാവി അഭിപ്രായപ്പെട്ടു. റഫ തുരങ്കത്തിൽ കഴിയുന്ന മുഴുവൻ പോരാളികളെയും മോചിപ്പിക്കണമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. 32,000 ഫലസ്തീനികൾ വെസ്റ്റ് ബാങ്കിൽ അഭയാർത്ഥികളായി മാറിയെന്ന് UN അറിയിച്ചു. MCA നാസർ ചേരുന്നുണ്ട്. MCA, വെസ്റ്റ് ബാങ്കിലും കുരുതി തുടരുകയാണ്. ആയിരങ്ങൾ അഭയാർത്ഥികളായെന്ന് UN പറയുന്നുണ്ട്. 32,000 പേരാണ് അഭയാർത്ഥികളായി മാറിയതെന്ന് UN പറയുന്നു. ഒപ്പം തന്നെ എങ്ങനെയാണ് കെയ്റോയിലെ ചർച്ചകൾ നടക്കുന്നത്? ഹമാസിന്റെ ചില ആവശ്യങ്ങളുണ്ട്. വിശദാംശങ്ങൾ. MCയിലേക്ക് വരാം. വംശഹത്യ തുടരുകയാണ് ഇസ്രായേൽ. ഇന്നും 3 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്നത്. ഗസയിൽ ഇപ്പോഴും വംശഹത്യ അവസാനിച്ചിട്ടില്ലെന്ന് ആംനസ്റ്റി മേധാവിയും അഭിപ്രായപ്പെട്ടു. ഒപ്പം ഇപ്പോഴും MCയിലേക്ക്. MCA, ഇന്നത്തെ വിവരങ്ങൾ. തന്നെ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു സംഘർഷ സാഹചര്യമാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം സൈനികമായിട്ടുള്ള വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഗസയിൽ മാത്രം പരിമിതപ്പെട്ടിരുന്ന ആക്രമണ പരമ്പരകൾ വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി ദീർഘിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സിറിയയിലെ ഗൊലാൻ കുന്നുകളിലേക്ക് ആക്രമണം നടക്കുന്നു, പിന്നെ ലെബനാനിലേക്ക് ആക്രമണം നടക്കുന്നു. അപ്പം കൂടുതൽ വ്യാപ്തിയുള്ള ആക്രമണ പദ്ധതികളിലേക്ക് തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ വിഭാഗത്തിന്റെ യോഗം ചേർന്നിരുന്നു. ആ യോഗ തീരുമാനവും വളരെ ശക്തമായിട്ടുള്ള ചില പദ്ധതികൾ ഇസ്രായേൽ ആവിഷ്കരിച്ചതിന്റെ തെളിവായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഗസയിലും വെസ്റ്റ് ബാങ്കിലും വലിയ തോതിലുള്ള ഈ ആക്രമണ പദ്ധതികൾ നടക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം 32,000-ഓളം പേർ അഭയാർത്ഥികളായിട്ട് വെസ്റ്റ് ബാങ്കിൽ മാത്രം ഈ പുതിയ സാഹചര്യത്തിൽ മാറിയെന്നാണ് UN-ന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഗസയിൽ നിന്ന് പോലും പലസ്തീനികളെ പുറന്തള്ളാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഈ സൈനിക നടപടികളെന്ന വിമർശനമാണ് ഉയരുന്നത്. ഹമാസും ഇക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി വേണമെന്ന് ഹമാസ് വൻശക്തി രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. അല്പം മുമ്പ് ഈ ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന ഈ ആക്രമണ പദ്ധതികളിൽ നിന്ന് ഇസ്രായേൽ അടിയന്തരമായിട്ട് പിന്മാറണം. അതോടൊപ്പം തന്നെ ജൂത കുടിയേറ്റക്കാരെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ഫലസ്തീനികൾക്കെതിരെയുള്ള അവരുടെ ആക്രമണ പദ്ധതികൾ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല എന്ന വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഈ 4 രാജ്യങ്ങൾ ചേർന്ന് അല്പം മുമ്പ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നത്. പക്ഷേ ജനീൻ ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ ജെറൂസലേം ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുന്നതിന്റെ റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനമായിട്ട് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ലഭ്യമാകുന്നത്.